ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്യുവറായിട്ടുള്ള ഒരു ആയുർവേദിക് ഫേസ് പാക്കിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഫേംനെസ് വർദ്ധിപ്പിക്കാനും സ്കിൻ ബ്രൈറ്റൻ ആവാനും അതുപോലെ ആക്നെ മാർക്സ്, പിമ്പിൾസ് ഇതൊക്കെ മാറാനും ഒക്കെ സഹായിക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് ഏതാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര ദിവസം എങ്ങനെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ലോദ്രാതി ചൂർണ്ണമാണ്. ലോദ്രാതി ചൂർണ്ണം വൈദ്യരത്നം ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീതാറാമിനും ഈ ഒരു ഫേസ് പാക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. അതായത് ഒന്ന് ലോദ്രയാണ്. ലോദ്ര എന്ന് പറയുന്നത് പാച്ചോറ്റിയാണ്. പാച്ചോറ്റി നമുക്കറിയാം, പാച്ചോറ്റിയുടെ തൊലി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബാർക്ക്. അപ്പോൾ ആ ഒരു ബാർക്ക് വളരെ ആൻറ്റി ബാക്ടീരിയൽ ആണ്. അതുപോലെ തന്നെ അത് ഇൻഫ്ലമേഷൻ കുറക്കുന്നതാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും സ്കിന്നിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് മാർക്സ് ഒക്കെ കുറക്കാനും സ്കിന്നിന് നല്ല ഫേംനെസ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ലോദ്ര അല്ലെങ്കിൽ പാച്ചോറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആക്നെക്കൊക്കെ വളരെ നല്ലതാണ്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ ഒക്കെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും ഇത് ആക്നെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്കിന്നിന് നല്ല ടൈറ്റൻ ആവാനും സ്കിന്നിൻ്റെ ഫൈൻ ലൈൻസ് ഒക്കെ കുറക്കാനും ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വജയാണ്. വജ എന്ന് പറയുന്നത് വയമ്പാണ്. വയമ്പിനും ഞാൻ പറഞ്ഞിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആക്നെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. പിമ്പിൾസിന് അല്ലെങ്കിൽ ആക്നെ ഉള്ളവർക്കൊക്കെ ആക്നെ മാറാനും പിമ്പിൾസ് മാറാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇത് ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വജ അല്ലെങ്കിൽ വയമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ഓയിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് മൂലം നമ്മുടെ ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ആവാനും സഹായിക്കും. അതുപോലെ തന്നെ കുരുക്കളൊക്കെ വരുന്നത് കുറക്കാനും ഇതുപോലെ ആക്നെ പെട്ടെന്ന് ഉണ്ടാവുന്നത് കുറക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് വജ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ്. മൂന്നാമത് ഇതിൽ വരുന്നത് എന്ന് പറയുന്നത് ധാന്യകയാണ്. അതായത് നമ്മുടെ മല്ലിയാണ്. മല്ലിയുടെ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലി എന്ന് പറയുന്നതും മഞ്ഞിൽ ധാരാളമായിട്ട് വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ സ്കിന്നിന് ഒരു ആൻറ്റി ഏജിങ്, അതായത് നല്ല എലാസ്റ്റിസിറ്റി കൊടുക്കാനും ഫേംനെസ് വർദ്ധിപ്പിക്കാനും ഫൈൻ ലൈൻസ് ഒക്കെ കുറക്കാനും അതുപോലെ പോഴ്സ് ഒക്കെ ടൈറ്റൻ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് ധാന്യക എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ്, അതായത് നമ്മൾ പിത്തവർദ്ധകമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്കിന്നിനുണ്ടെങ്കിൽ, അതായത് വെയിലത്ത് പോകുമ്പോൾ പെട്ടെന്ന് ചുവന്ന് തടിക്കുക, അതുപോലെ തന്നെ സ്കിന്നിൽ റെഡ് കളറിലുള്ള റാഷസ് വരിക, ഇങ്ങനെയുള്ളവർക്കും ഒക്കെ ധാന്യക വളരെ കൂളിംഗ് ആണ്. വളരെ കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ധാന്യക. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ധാന്യകയാണ്. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ആക്നെ പിമ്പിൾസ് കുറക്കാനുള്ള കഴിവുണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറക്കാനുള്ള കഴിവുണ്ട്, പിന്നെ ഫൈൻ ലൈൻസ്, ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഫൈൻ ലൈൻസ് ഒക്കെ കുറക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഫേംനെസ്, സ്കിന്നിന് നല്ല ഫേംനെസ് കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ്, ഒരു കോംപ്ലക്ഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് പാല് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട്, ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ പാലോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ലോദ്രാതി ചൂർണം വൈദ്യരത്നത്തിൻ്റെ ആണ്. വൈദ്യരത്നത്തിൻ്റെ ഒരു 50 ഗ്രാമിൻ്റെ പാക്കാണ് ഇത്. ഇതിൽ 65 റുപ്പീസാണ് ഇപ്പോൾ ഈ ഒരു 50 ഗ്രാം പാക്കിന് ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു 65 റുപ്പീസാണ് പ്രൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ലോദ്ര, ധാന്യക, അതുപോലെ വജ, ഇതൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് റോസ് വാട്ടർ അല്ലെങ്കിൽ പശുവിൻ്റെ പാല് അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പശുവിൻ്റെ പാലാണ്. ഇത് കാച്ചിയതോ കാച്ചാറ്റത്തോ ഏതായാലും കുഴപ്പമില്ല.
ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് വെറും വെള്ളത്തിലും നമുക്കിത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെറും വെള്ളത്തിൽ വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാപ്പാലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓയിലി സ്കിൻ അല്ല എങ്കിൽ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും ടെക്സ്ചർ നല്ല സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പാലുമായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുഖത്തും അതുപോലെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പാകത്തിന് പൊടിയെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ. വജയുടെ അതായത് വയമ്പിൻ്റെ ആ ഒരു മണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു മണമുള്ള പാക്കാണിത്. ഫേസ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗുണം കിട്ടില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തിക്നെസ്സിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഒരു 1 സെൻറ്റിമീറ്റർ എങ്കിലും നല്ല തിക്നെസ്സിൽ വേണം നമ്മൾ മുഖലേപങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ മെലിഞ്ഞ ഒരു ലെയർ അപ്ലൈ ചെയ്തതുകൊണ്ട് കാര്യം ഒന്നും തന്നെ ഇല്ല. നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള നല്ല തിക്നെസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾക്ക് ഇപ്പം ആക്നിയൊക്കെ നന്നായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീക്കിലി 2 പ്രാവശ്യം സ്റ്റീം ചെയ്താൽ മതി. ആദ്യം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ആഴ്ച അത് ആൾട്ടർനേറ്റ് ഡേയ്സിലാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3 ഡേയ്സ് കൂടുമ്പോൾ ഒരു കലാക്കാം. അങ്ങനെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുഖത്ത് മൊത്തം ഇപ്പോൾ ആക്നിയൊക്കെ ഉള്ളവരാണെങ്കിൽ മുഖം മൊത്തം അപ്ലൈ ചെയ്യണം എന്നൊന്നുമില്ല. ആക്നി ഉള്ള സ്ഥലങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അതല്ല മറ്റ് പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. രോമകൂപങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് പിമ്പിൾസ് ഒന്നും ഇല്ലാത്തവരാണ്, ആക്നി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്കൊന്ന് ഒരു ഓയിൽ മസാജ് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി. അല്ല എങ്കിൽ നിങ്ങൾക്കിത് വെറുതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത് വെറുതെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ അപ്വേർഡ് ഡയറക്ഷനിൽ നിങ്ങൾക്ക് നല്ല തിക്നെസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് കുറച്ച് ഡ്രൈ ആവും. നല്ലോണം ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ കുറച്ച് ഡ്രൈ ആകുമ്പോൾ തന്നെ വെള്ളം മുഖത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വജ, അതായത് വയമ്പ് ചിലർക്ക് അലർജി കാണാറുണ്ട്, ചിലർക്ക് ലോദ്രയും പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ പുകച്ചിലൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ നല്ല ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പാക്ക് റിമൂവ് ചെയ്യണം. നിങ്ങളുടെ സ്കിന്നിന് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര കുഴപ്പമൊന്നും കാണുന്ന ഒരു ഇതല്ല, ഒരു പാക്കല്ല ഇത്. എങ്കിൽ കൂടി വളരെ പിത്തഹരമായിട്ടുള്ള തണുപ്പ് തരുന്ന നല്ല സ്കിന്നിന് നല്ല സൂത്തനാക്കുന്ന സ്കിൻ ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നല്ല ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്